യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന ദക്ഷിണ റെയിൽവേയിലെ 14 ജോഡി ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നു. ഇതിൽ 6 ജോഡി കേരളത്തിലൂടെ ഓടുന്നവയാണ്. അടുത്ത മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് റിപ്പോർട്ട്. ഒരു പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മുന്നിലും പിന്നിലുമായി 2 വീതം ജനറൽ കോച്ചുകൾ വരും. 12 കോച്ചുകളാണ് കൂടുതൽ ഘടിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോവിഡിനെ തുടർന്ന് കുറച്ചതടക്കമുള്ള ജനറൽ കോച്ചുകളാണ് പുനഃസ്ഥാപിക്കുന്നത്. പുതുച്ചേരി മംഗളൂരു എക്സ്പ്രസ്, ചെന്നൈ പാലക്കാട് സൂപ്പർഫാസ്റ്റ്, ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, ചെന്നൈ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ്, കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് എന്നിവയിൽ 4 ജനറൽ കോച്ചുകൾ ഉണ്ടാകും. ദീർഘദൂര ട്രെയിനുകളിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 4 ആശയം റെയിൽവേ കൂടുതൽ ട്രെയിനുകളിലേക്ക് നടപ്പാക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ നടപടിയെ കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദക്ഷിണ റെയിൽവേയിലെ 44 ദീർഘദൂര ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. കേരളത്തിലൂടെ ഓടുന്ന നേത്രാവതി, മംഗള, മംഗളൂരു ചെന്നൈ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്കടക്കം 16 ട്രെയിനുകളിലാണ് അന്ന് കോച്ച് വർദ്ധിപ്പിച്ചത്. ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളുടെ എണ്ണത്തിലെ കുറവ് യാത്രക്കാർക്ക് കടുത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. ജീവനക്കാരെയും വിദ്യാർത്ഥികളെയുമാണ് ഇത് ഏറെ വലച്ചിരുന്നത്. പലപ്പോഴും ശ്വാസം വിടാൻ പോലും ആകാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞായിരുന്നു യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഇക്കാര്യം യാത്രക്കാരുടെ കൂട്ടായ്മകൾ ഉൾപ്പെടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതേസമയം മലയാളികൾ കാത്തിരുന്ന ആഘോഷങ്ങൾ ഈസ്റ്ററും വിഷുവുമാണ്. മറുനാട്ടിലുള്ളവർക്ക് നാട്ടിലെത്താനുള്ള തിടുക്കം തുടങ്ങിക്കഴിഞ്ഞു. അവധിയൊക്കെ എല്ലാവരും നേരത്തെ എടുത്തെങ്കിലും ടിക്കറ്റിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള സ്ഥിരം ട്രെയിനുകളുടെ സീറ്റുകളെല്ലാം ബുക്കിംഗ് തുടങ്ങിയ അന്ന് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഏപ്രിൽ 20-നാണ് ഇത്തവണ ഈസ്റ്റർ യാത്രയ്ക്കായി 16, 17, 18, 19 തീയതികളിൽ ആളുകളുമുണ്ട്. ഇതിൽ 16 മുതൽ 18 വരെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്. ടിക്കറ്റുകൾ തീർന്നതോടെ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് ബംഗളൂരു നിവാസികളും. ഏറ്റവും അവസാന നിമിഷം സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നതാണ് പതിവെങ്കിലും ഇത്തവണ അധിക ട്രെയിനുകൾ നേരത്തെ അനുവദിക്കുമെന്ന പ്രതീക്ഷയും യാത്രക്കാർക്കുണ്ട്. മലബാർ ഭാഗത്തേക്കുള്ള യശ്വന്ത്പുര കണ്ണൂർ എക്സ്പ്രസിലെ സീറ്റുകൾ എല്ലാം തീർന്നു. എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലെ സീറ്റുകളും ബുക്കിംഗ് പൂർത്തിയാക്കി. ഏപ്രിൽ 11, 12, 13 തീയതികളാണ് കൂടുതലും ആളുകൾ നാട്ടിലേക്ക് പോകുന്നത്. ഇതിൽ വാരാന്ത്യമായ വെള്ളിയാഴ്ചയാണ് ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്. അതേസമയം കുമ്പളം റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് പാനൽ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഏതാനും ട്രെയിൻ സർവീസുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ്, ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്, ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളുടെ സർവീസിലാണ് മാറ്റങ്ങൾ. വഴിതിരിച്ചുവിടുന്ന സർവീസുകൾ. ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് നാളെ വൈകിട്ട് 4:45 ഇൻഡോറിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റേഷനുകൾ ഒഴിവാക്കി കോട്ടയം വഴിയാകും സർവീസ്. പകരം എറണാകുളം ടൗൺ, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ. ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ 25 രാവിലെ 11:40 ലോകമാന്യ തിലക് ടെർമിനലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അമ്പലപ്പുഴ, ഹരിപ്പാട് സ്റ്റേഷനുകൾ ഒഴിവാക്കി കോട്ടയം വഴിയാകും സർവീസ് ഭാഗികമായി റദ്ദാക്കിയത്. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 26 രാവിലെ 5:10 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ സർവീസ് നിർത്തും. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് 26 വൈകിട്ട് 3:50 ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 5:15 സർവീസ് തുടങ്ങും. ആലപ്പുഴ എറണാകുളം സെക്ഷനിൽ ഭാഗികമായി സർവീസ് റദ്ദാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.